ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടാത്തവരാരുണ്ടല്ലേ? എന്നാലോ പൂക്കളും ചെടി ഇഷ്ടമാണ്, എന്നാലും നോക്കാനും ഭയങ്കര മടി. അങ്ങനെയുള്ളവർക്ക് അധികം കെയറൊന്നും കൊടുക്കാണ്ട് നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത്, അതായത് ഗാർഡനിലോ അതോ പോട്ടിലോ നട്ട് വളർത്താവുന്ന ഒരിനം ചെടിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഗ്രൗണ്ട് ഓർക്കിഡ്. കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കളൊക്കെ. ഒരുപാട് നാൾ ഈ പൂക്കൾ ഇങ്ങനെ തന്നെ വാടാണ്ട് നിന്നോളും. എൻ്റെ അടുത്ത് ഒരുപാട് വെറൈറ്റി കളക്ഷനുണ്ട് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ. മറ്റു ഓർക്കിഡുകളിൽ നിന്നും തികച്ചും വ്യത്യാസമാണ് ഇതിൻ്റെ പരിചരണവും റീപോട്ടിങ്ങും വളവും എല്ലാം തികച്ചും വ്യത്യാസമാണ്. എൻ്റെ അടുത്തൊരു ഒരുപാട് കളക്ഷനുണ്ട്. ഇതൊരു വെറൈറ്റി കളക്ഷനാണ്. പിന്നെ ഒരു വൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മഞ്ഞുണ്ട്, പിന്നെ വൈറ്റും ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നൊരു കളറുണ്ട്. അങ്ങനെ ഒരുപാട് കളക്ഷനുണ്ട്. ഇതിൻ്റെ റീപോട്ടിംഗ് എന്ന് പറയുമ്പോൾ ചട്ടി തിങ്ങി നിറയുമ്പോൾ നമുക്ക് മനസ്സിലാവും റീപോട്ടിങ് ടൈമായെന്ന്. അപ്പോൾ നമ്മൾ എന്തായാലും റീപോട്ടിങ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ പൂക്കളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. റീപോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പൂക്കളുണ്ടാവുള്ളൂ. റീപോട്ടിങ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു മന്ദഗതിയിലായിരിക്കും അതിൻ്റെ ഗ്രോപ്പൊക്കെ, എന്നാലും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിക്കോളും. പിന്നെ ഈ ഓർക്കിഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഗാർഡനിലും സെറ്റ് ചെയ്യാം, പോട്ടിലും സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞങ്ങൾ താഴെ മണ്ണിൽ സെറ്റ് ചെയ്തേക്കണതാണ്. ഇതൊരു വെറൈറ്റി കളക്ഷനാണ്. അതുപോലെ തന്നെ ഇത് ഒട്ടുമിക്ക വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സർവ്വസാധാരണമെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു കളറ്, ഈ ഒരു ഓർക്കിഡ്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ടിലും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നന്നായിട്ട് നിന്നോളും. ഇതൊരു യെല്ലോ ആണ്, പൂവൊക്കെ വാടി തുടങ്ങി. പിന്നെ വൈറ്റ്, അങ്ങനെ ഒരുപാട് കളറുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ റീപോട്ടിങ് ചെയ്യാനായിട്ട് പോട്ടി മിക്സ് ഞങ്ങൾ തയ്യാറാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ടിൻ്റെ അകത്ത് ആദ്യം തന്നെ വെള്ളം വാർന്നൊക്കെ പോകാനായിട്ട്, മണ്ണ് കളി പിടിക്കാണ്ടിരിക്കാനായിട്ട് ചരലോ അതോ മണലോ അങ്ങനെ എന്തെങ്കിലും ഇടും. അതിൻ്റെ മേലെയാണ് പോട്ടി മിക്സ് എന്ന് പറയാനായിട്ട് എന്തിട്ടാണ് ഉപയോഗിച്ചത്, ഗാർഡൻ സോയിലും കുറച്ച് ഉണക്ക ചാണകത്തിൻ്റെ പൊടിയും. ഇതാണ് പോട്ടി മിക്സായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ റീപോട്ടിങ് ചെയ്ത് നിൽക്കണ ഓർക്കിഡാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റും ബ്ലൂ ഷെയ്ഡില്ലേ, ഉജാല കളർ എന്നൊക്കെ തോന്നിക്കും നമുക്ക്, അങ്ങനത്തെ ഒരു ഓർക്കിഡാണിത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സാധാരണ നോർമലി എല്ലായിടത്തും കാണുന്നൊരു ഓർക്കിഡ്. പിന്നെ ഇവയ്ക്ക് കൊടുക്കുന്ന വളം, ഇംഗ്ലീഷ് വളം പൊതുവെ കുറവാണ്. കാരണം നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ചങ്ങനെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ചെടി അങ്ങോട്ട് കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇംഗ്ലീഷ് വളം കൊടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ അളവിനനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ എങ്ങാനും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചെടി നശിച്ചു പോകും. അതുകൊണ്ട് ഇംഗ്ലീഷ് വളം കൊടുക്കൽ കുറവാണ്, തികച്ചും ഓർഗാനിക്കാണ് കൊടുക്കുന്നത്. ഞങ്ങൾ കൂടുതലായി വിക്ക് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളമാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതെന്താണെന്നറിയാത്തവർക്കായി ഞാൻ ഉടനെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2 ആഴ്ച കൂടുമ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ മന്തിലി ഉണക്കച്ചാണകം പൊടിയിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വളം ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഓർക്കിഡ് സുന്ദരിയുടെ വിശേഷങ്ങൾ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. എൻ്റെ ഇല്ലാത്ത വെറൈറ്റി കളക്ഷൻ ഉണ്ടെങ്കിലും അതും നിങ്ങൾ കമൻ്റ് ഇടാവുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ.